ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അനീഷും ആദിലയും ആ ഒരു ജയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, അത് പൂർത്തിയാക്കി, മാലയെല്ലാം കോർത്തു കഴിഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് രണ്ടുപേരും എണീറ്റ് എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തു, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം സോൾവ് ചെയ്തു, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഒന്നും ഇല്ല, ഇപ്പോ ഞങ്ങള് ഫ്രണ്ട്സ് ആയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിലിങ്ങനെ ഹാർട്ടിന്റെ പകുതി കാണിക്കുന്നുണ്ട്, അനീഷിന്റെ അടുത്ത് മറ്റേ പകുതി ഇടാനായിട്ട് പറയുന്നുണ്ട്. ഇനി ഞങ്ങള് ചേട്ടനും പെങ്ങളും ആയിരിക്കും, ഇനി അനിയത്തിക്കുട്ടിക്കാട് ഇറക്കാന്നൊക്കെ അതിലെ പറയുന്നുണ്ട്. ഇല്ല വേണ്ട എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. പിന്നെ അതില് ചോദിക്കുന്നുണ്ട് നൂറ എന്തുകൊണ്ടാണ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇഷ്ടമുള്ളവരെയും ചിലപ്പോ ഇഷ്ടമില്ല എന്നൊക്കെ പറയേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. പിന്നെ അതിൽ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് നൂറെ ഒന്ന് മാറ്റി നിർത്തി ഒന്ന് സംസാരിക്കണം, നൂറയോടൊന്ന് സംസാരിക്കണം, കാരണം നൂറയ്ക്ക് ഫീൽ ആയി എന്നാണ് അതില് പറയുന്നത്. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ക്യാപ്റ്റന്റെ അടുത്ത് രണ്ടുപേരുടെയും ആദിലയുടെയും അനീഷിന്റെയും ജയിൽവാസം അവസാനിച്ചിരിക്കുന്നു, ക്യാപ്റ്റനെ ഇവരെ മോചിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ പോയിട്ട് ഇവരെ മോചിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അനുമോളും ജിസയിലും കഴിഞ്ഞാൽ ഏറ്റവും അധികം സമയം ജയിലിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അനീഷും ആദിലയും തന്നെയാണ്. ജിസയിലിന്റെയും അനുമോളുടെയും 4 ദിവസങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ഇവരുടെ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കാണ് ഇവര് ഓൾമോസ്റ്റ് 10-15 മണിക്കൂറോളം ജയിലിൽ സ്പെൻഡ് ചെയ്തു, ഒരുമിച്ച് 10-16 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് രണ്ടുപേരും ജയിലിന് പുറത്തേക്ക് ഇറങ്ങി. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും